എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം സൈൻ വേവ് ഇൻവെർട്ടറിൽ ഉപയോഗിക്കുന്ന SMPSനെ കുറിച്ചാണ്. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആയതുകൊണ്ട് എല്ലാവരും അവസാനം വരെ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിലോ ഉപകാരപ്രദമാണെങ്കിലോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടാതെ ഞാനിടുന്ന വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ വീഡിയോകൾ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതിനായി താഴെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഒരു SMPSന്റെ ഫെറൈറ്റ് കോറിനെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഫെറൈറ്റ് കോറിനെ കുറിച്ച് എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. സാധാരണ ഒരു SMPS സർക്യൂട്ടിൽ ഒരു ഫെറൈറ്റ് ട്രാൻസ്ഫോമറോ അല്ലെങ്കിൽ ഫെറൈറ്റ് കോയിലോ ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് ബാലൻസ്ഡ് ആയിട്ട് കിട്ടുന്നത്. അതായത് ഇൻപുട്ടിൽ വോൾട്ടേജ് വേരിയേഷൻ വന്നാൽ ഔട്ട്പുട്ട് സ്റ്റഡിയാക്കി നിർത്തുന്നത് ഈ SMPSന്റെ ഫെറൈറ്റ് കോർ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ SMPSൽ വരുന്ന ഫെറൈറ്റ് കോർ എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു സർക്യൂട്ടിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, ഇവിടെ ഒരു ബ്ലാക്ക് കളറുള്ള ഒരു കപ്പാസിറ്റർ പോലെ ഇരിക്കുന്ന ഒരു സംഭവമാണ് ഫെറൈറ്റ് കോർ. ഈ കാണുന്നതാണ് നമ്മൾ ഉപയോഗിച്ച SMPSന്റെ ഫെറൈറ്റ് കോയിൽ. ഇതിലാകെ 2 ലെഗേ ഉള്ളൂ, അതായത് ഒറ്റ കോയിലേ ഉള്ളൂ. വലിയ SMPSലാണെങ്കിൽ നമുക്ക് ഫെറൈറ്റ് ട്രാൻസ്ഫോമർ ആണ്, അപ്പോൾ അതിൽ 2 സെക്ഷൻ കോയിൽ ഉണ്ടാവും. അപ്പോൾ ഇതിലാകെ ഒറ്റ കോയിലേ ഉള്ളൂ. അപ്പോൾ ഈ ഫെറൈറ്റ് കോയിൽ ചുറ്റിയിരിക്കുന്നത് ഒരു സിംഗിൾ വയർ ഉപയോഗിച്ചിട്ടാണ്. ഇനി നമുക്ക് ഈ ഫെറൈറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ കാണുന്ന ഒരു ഫെറൈറ്റ് കോറിൽ 2 ലെഗുകൾ ഫിറ്റ് ചെയ്തിട്ടാണ് നമുക്കിങ്ങനെ ഒരു ഫെറൈറ്റ് കോയിൽ ചുറ്റാനുള്ള ഒരു സെക്ഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ കാണുന്ന ഫെറൈറ്റ് കോറുകളാണിത്. ഇത് കോപ്പർ വയർ ചുറ്റിയിട്ടുള്ള ഫുള്ളായിട്ടുള്ളതാണ്, ഇത് പാർഷ്യലായിട്ട് ഉള്ളതാണ്. ഇനി നമുക്ക് ഈ ഫെറൈറ്റ് കോയിലിന്റെ ഡീറ്റെയിൽസിലോട്ടൊന്ന് പോകാം. അപ്പോൾ ഇതിൽ വലിയൊരു ഡീറ്റെയിൽസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിത് ഡാറ്റാ ഷീറ്റ് ആയിട്ടൊന്നും വരക്കുന്നില്ല. നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാകുന്നതിന് വേണ്ടി മാത്രമാണ് പറയുന്നത്. ഇതിന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോ ഹെൻറി അല്ലെങ്കിൽ MH പറയുന്നത്. 100 MH ആണ് ഇതിന്റെ വാല്യൂ വരുന്നത്. സാധാരണ ഇതിന്റെ വാല്യൂ അളക്കാനുള്ള ടെസ്റ്റർ ഒന്നും ചിലപ്പോൾ എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കിട്ടുന്ന ഒരു രീതിയിലാണ് നമ്മളിത് അവതരിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് 100 MH പകരം നമുക്കിവിടെ നോക്കാവുന്നത് ഈ ഒരു ഫെറൈറ്റ് കോറിൽ കോയിൽ ചുറ്റിയെടുക്കാം. അപ്പോൾ ആ കോയിൽ ചുറ്റിയെടുക്കുന്നത് 29 SWG വയർ വെച്ചിട്ട് 30 ടേൺസ് ആണ് ഇതിൽ ചുറ്റേണ്ടത്. അപ്പോൾ അത്രയും ടേൺസ് ചുറ്റിക്കഴിഞ്ഞാൽ നമുക്ക് 100 മൈക്രോ ഹെൻറി ആയി. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന 24-12 അല്ലെങ്കിൽ 12 to 5 വോൾട്ടിന്റെ SMPSൽ ഉപയോഗിക്കാവുന്ന ഫെറൈറ്റ് കോയിലായി. അപ്പോൾ നമുക്ക് ഈ ഒരു ഫെറൈറ്റ് കോയിൽ ചുറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഒരു ലെഡിന്റെ ചെറിയ സ്പൂളിൽ ഞാൻ ഇവിടെ വയർ ഇങ്ങനെ ചുറ്റി വെച്ചിരിക്കുകയാണ്. വളരെ നിസ്സാരമായിട്ടുള്ള ഒരു വയർ മതി. 29 SWG ആണ്. അപ്രോക്സിമേറ്റ് ഇതിന്റെ വെയിറ്റ് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല, കാരണം ഇതൊരു മില്ലിഗ്രാമിന്റെ വെയിറ്റേ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഏകദേശം ഒരു നീളം പറയുകയാണെങ്കിൽ 42 സെൻറ്റിമീറ്റർ നീളമുണ്ടെങ്കിൽ ഈ ഒരു കോയിൽ ചുറ്റിയെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു കോയിൽ ചുറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു കോയിൽ ചുറ്റുന്നതിന് വേണ്ടി ഈ ഭാഗത്ത് ചെറിയൊരു പൊഴിയുണ്ട്, അതേപോലെ ഈ ഭാഗത്ത് 2 പൊഴിയുണ്ട്. അതായത് ഈ ലെഗിലോട്ട് വരുന്ന ഭാഗത്തുള്ള പൊഴിയിലാണ് ചുറ്റേണ്ടത്. നമ്മൾ ആദ്യം തന്നെയായിട്ട് ഇത് ചുറ്റുന്നതിന് വേണ്ടി ഒരു കത്തി എടുത്തിട്ട് ലെഗുകളൊന്ന് ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ ആ സോൾഡർ പിടിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുക. അതേപോലെ ഈ വയറിൻ്റെ അറ്റം ഒന്ന് ക്ലീൻ ചെയ്യുക. എന്നിട്ട് ഈ പൊഴിയിൽ ഏതെങ്കിലും ഭാഗത്ത് വെച്ചിട്ട് സ്റ്റാർട്ടിങ് നമുക്ക് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു വയറ് ശരിക്കും ഇതിലിങ്ങനെ വൈൻഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ സ്റ്റാർട്ടിങ് സെക്ഷൻ കറക്റ്റായി. ഇനി ഇത് ചുറ്റുന്നത് വളരെ എളുപ്പമാണ്. ഈ ലെഗിൽ മാത്രം കൈകൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് 30 ടേൺ ഇവിടെ ഇങ്ങനെ ചുറ്റിയാൽ മതി. ടേണായി. അപ്പോൾ 30 ടേൺ വരുന്ന ഭാഗത്ത് നമ്മളിവിടെ ഈ ലെഗിൽ ഇങ്ങനെ ചുറ്റി വെച്ച ശേഷം കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അത് ക്ലീൻ ചെയ്ത് അതിലോട്ട് സോൾഡർ ചെയ്താൽ മതി. ഇത്രയും വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതിൻ്റെ കോയിലുകൾ ചുറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ യാതൊരുവിധ കൺഫ്യൂഷനുമില്ല. ഇനി നമുക്ക് അതിൻ്റെ ഫൈനൽ വർക്കായിട്ടുള്ള സോൾഡറിങ് നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. ഇതിൻ്റെ ഫൈനൽ എന്ന് പറഞ്ഞാൽ ഇത് ഈ ഒരു രൂപത്തിൽ ഇതിൻ്റെ ഇൻസുലേഷൻ ഇടണമെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന തെർമൽ സ്ലീവുകളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ തെർമൽ സ്ലീവിൻ്റെ സൈസ് 6 mm ആണ്. അപ്പോൾ ഈ 6 mm സ്ലീവ് നമ്മൾ ഇതിലോട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യാനുള്ള അളവെടുത്ത ശേഷം ഇത് കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ നമുക്ക് ഒരു ചെറിയൊരു പീസിൻ്റെ ആവശ്യമേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ ബ്ലാക്ക് കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ബ്ലാക്ക് കളർ ഡയറക്റ്റ് നേരെ ഇതിലോട്ട് ഇങ്ങനെ കയറ്റി വെച്ചിട്ട് ഇതൊന്ന് ഹീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഹീറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ഹീറ്ററോ അല്ലെങ്കിൽ ഇതേപോലെ ഗ്യാസ് ലൈറ്ററോ ഉപയോഗിച്ചിട്ട് നമുക്കിത് ഹീറ്റ് ചെയ്ത് ഗ്യാസ് ലൈറ്ററോ അല്ലെങ്കിൽ ഹീറ്ററോ ഉപയോഗിച്ച് ഹീറ്റ് ചെയ്ത് ഇത് നല്ല
പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇത്രയും ഉള്ളൂ ഈ ഒരു കോയിൽ ചുറ്റിയെടുക്കുന്നതിന് വേണ്ടി. അപ്പോൾ അങ്ങനെ ചുറ്റിയെടുത്ത കോയിൽ വെച്ചിട്ടാണ് നമ്മൾ ഇതേപോലെയുള്ള SMPS സർക്യൂട്ടുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി. വീണ്ടും മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി. നമസ്കാരം.